ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. ക്രൈസ്തവ ജീവിതം പ്രാർത്ഥനയുടെ ജീവിതമാണ്. പ്രാർത്ഥന എന്നാൽ ദൈവവുമായുള്ള ഗാഢമായ ക്രിസ്തുവിനെ ജീവിതത്തിൽ എത്രത്തോളം അനുഭവിക്കാൻ കഴിയും, ദൈവിക സാന്നിധ്യത്തിൽ എങ്ങനെ ജീവിതത്തെ പുരോഗമിപ്പിക്കാൻ കഴിയുമെന്നതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം. ഇന്ന് നാം നിരന്തരം അനുഷ്ഠിക്കേണ്ട പ്രാർത്ഥനാ മാർഗങ്ങളിലൊന്നായി സഭ നിർദ്ദേശിക്കുന്ന ത്രികാല ജപത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്തിനാണ് ത്രികാല ജപം നാം അർപ്പിക്കുന്നത്, ആ പ്രാർത്ഥനയിൽ നാം പങ്കുചേരുന്നത് എന്നത് ഒന്ന് ആലോചിക്കണം. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 2558 നമ്മെ പഠിപ്പിക്കുന്നു പ്രാർത്ഥനയുടെ ബന്ധത്തെക്കുറിച്ച്. വിശ്വാസത്തിൻ്റെ രഹസ്യം മഹത്താണ്. അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ സഭ ഈ രഹസ്യം ഏറ്റുപറയുന്നുണ്ട്. കൗദാശികമായ ആരാധനക്രമം അതിൻ്റെ ആഘോഷമാണ്. പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി വിശ്വാസികളുടെ ജീവിതം പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവിനോട് അനുരൂപപ്പെടേണ്ടതിനാണിത്. ക്രിസ്ത്യാനികൾ അതിൽ വിശ്വസിക്കുകയും അതിനെ ആഘോഷിക്കുകയും ജീവിക്കുകയും സത്യദൈവവുമായുള്ള ഗാഢബന്ധത്തിൽ വ്യാപരിക്കുകയും ചെയ്യണമെന്ന് വിശ്വാസമാവുന്ന ഈ രഹസ്യം ആവശ്യപ്പെടുന്നു. ഈ ബന്ധമാണ്. അങ്ങനെ പ്രാർത്ഥനയെ ഒരു ദൈവിക ബന്ധമായി, വിശ്വാസ രഹസ്യത്തിൻ്റെ ബന്ധമായി ജീവിതത്തിൽ മുഴുവൻ ഇഴചേരുന്ന ഒന്നായി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. സ്വാഭാവികമായി നമുക്കുള്ള ഒരു പരിമിതി നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. പാപം വഴി ദൈവത്തിൽ നിന്ന് വീണുപോയ മനുഷ്യൻ അന്നു മുതൽ അനുഭവിക്കുന്ന ദൗർഭാഗ്യമാണ് ദൈവിക ബന്ധത്തിൽ നിന്നുള്ള അകലം. യേശുക്രിസ്തുവിൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിതരാകുകയും രക്ഷാകര പദ്ധതിയിൽ ഉൾച്ചേർക്കപ്പെടുകയും ചെയ്തതിനു ശേഷവും മനുഷ്യൻ്റെ മനോനില എപ്പോഴും ഈ ഒറ്റപ്പെടലിനെ നേരിടുന്നുണ്ട്. കൂടെ ആരുമില്ല എന്ന ചിന്ത ഒരുവനെ എത്തിക്കുന്ന ഗതികേടാണ് ജീവിതത്തെ മുഴുവൻ അർത്ഥരഹിതമായി അവൻ കണക്കാക്കാൻ കാരണം. നമ്മൾ പറയുന്ന അനർത്ഥമെന്നാണ്. അനർത്ഥമെന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്തെങ്കിലും അപകടമെന്നല്ല, അർത്ഥരഹിതമെന്നാണ്. അർത്ഥമില്ലാത്തതായി കാണുന്നു. രോഗമോ ദുരിതമോ സങ്കടമോ കഷ്ടതയോ ഒക്കെ നമ്മളെപ്പോഴും അനർത്ഥങ്ങളായിട്ടാണ് കാണുക, അർത്ഥരഹിതമായി. അവയ്ക്കൊക്കെ അർത്ഥമുണ്ട് എന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. നേരിടുന്ന ഓരോ ക്ലേശവും ജീവിതാനുഭവവും വെറുതെയല്ലെന്നും അത് ദൈവിക പദ്ധതിയിൽ ഉൾച്ചേരാനുള്ള അവസരങ്ങളാണെന്നും തിരിച്ചറിഞ്ഞ് ദൈവിക ബന്ധത്തിൽ പുനഃപ്രതിഷ്ഠിക്കാനാണ് പ്രാർത്ഥന നമ്മെ സഹായിക്കേണ്ടത്. നിരവധിയായ പ്രാർത്ഥനാ സങ്കേതങ്ങൾ ലോകത്ത് വരുന്നുണ്ട്. എന്നുമെന്നും ഓരോരുത്തരും ഓരോ പുതിയ പ്രാർത്ഥനകളുമായി രംഗപ്രവേശം ചെയ്യും. കാര്യം കാണാനുള്ള പ്രാർത്ഥനകൾ എന്ന പേരിൽ വരുന്ന അത്തരം പ്രാർത്ഥനാ രീതികളും സങ്കേതങ്ങളും വാസ്തവത്തിൽ ഈ ബന്ധമെന്നതിൻ്റെ യാഥാർത്ഥ്യത്തെ പലപ്പോഴും വിസ്മരിക്കുകയോ തള്ളിക്കളയോ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനയിൽ പരിഷ്കാരങ്ങൾ ഉണ്ടാകുന്നതും ഇപ്രകാരം തന്നെയാണ്. തിരുസഭ വ്യക്തമായി പ്രാർത്ഥനയ്ക്കായി പല നിർദ്ദേശങ്ങളും നമുക്ക് നൽകുന്നുണ്ട്, പ്രാർത്ഥനകൾ നമുക്ക് നൽകുന്നുണ്ട്. ആ പ്രാർത്ഥനകളെ വേണ്ടും വണ്ണം ജീവിതത്തിൽ ഇഴചേരുന്ന ഒന്നായിട്ട് അനുഭവിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അത് ലക്ഷ്യബോധമില്ലാതായി പോകുന്നത് കൊണ്ടാണ്. സെഫാനിയ 3:16 പറയും, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം നിങ്ങളുടെ മധ്യയുണ്ട്, ഇനിമേൽ നിങ്ങൾ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യം, ഒരു സാന്നിധ്യ സ്മരണ, അതല്ലെങ്കിൽ ജീവിതത്തെ മുഴുവൻ ക്രിസ്തുവിലായി കാണാൻ, തിരിച്ചറിയാൻ നമുക്ക് എത്രത്തോളം കഴിയുമോ അത്രത്തോളം നാം ആത്മീയതയിലേക്ക് പുരോഗമിക്കും, ദൈവാനുഭവത്തിലേക്ക് പുരോഗമിക്കും. ത്രികാല ജപം യഥാർത്ഥത്തിൽ അപ്രകാരം നൽകപ്പെടുന്ന ഒന്നാണ്. ഇന്നത് വേണ്ടളവിൽ നാം ശ്രദ്ധിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ആ പ്രാർത്ഥന ഒരു ദൈവൈക്യത്തിലേക്ക് നമ്മെ നയിക്കുമെന്ന് കരുതുന്നുണ്ടോ എന്നത് സംശയകരമാണ്. അതുകൊണ്ടാണ് പുതിയ പ്രാർത്ഥനകൾ നമ്മൾ തേടുന്നത്. യഥാർത്ഥത്തിൽ നവീകരിക്കപ്പെടേണ്ടത് പ്രാർത്ഥനയാണോ ജീവിതമാണോ? ജീവിതത്തെ നവീകരിക്കുകയും പ്രാർത്ഥനയിൽ ദൈവത്തോട് ഗാഢബന്ധത്തിലായിത്തീരുകയും ചെയ്യുക എന്ന പ്രവൃത്തിക്ക് പകരം നാം പലപ്പോഴും തേടുന്നത് പ്രാർത്ഥനകളിലെ പരിഷ്കാരങ്ങളാണ്. അതുകൊണ്ട് പുതിയ പുതിയ ജപങ്ങൾ വരുന്നു, പുതിയ പ്രാർത്ഥനാ രീതികൾ വരുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കൂ എന്ന നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നു. ആ നിർദ്ദേശങ്ങളൊക്കെ നാം പിൻചൊല്ലുന്നുണ്ട്. കാരണം നമ്മുടെ ലക്ഷ്യം ഈ ദൈവിക ബന്ധമല്ല, നമ്മുടെ ലക്ഷ്യം താൽക്കാലികമായ നേട്ടങ്ങളാണ്. താൽക്കാലികതകളിൽ നമ്മുടെ മുന്നിൽ ഉയരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിക്കുകയും ക്രിസ്തു രഹസ്യത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യാൻ കഴിയുമ്പോൾ ഓരോ സന്ദർഭങ്ങളും ജീവിതത്തിൻ്റെ ഏതു നിമിഷവും ദൈവാനുഭവത്തിൻ്റെതായിട്ട് മാറും.
അപ്രകാരം ദൈവാനുഭവത്തിൻ്റെതായി ജീവിതത്തെ ആകെ മാറ്റി തീർക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മളിന്ന് ആലോചിക്കുന്നത്. പൂർവികരായി പാരമ്പര്യമായി അനുഷ്ഠിച്ചു പോകുന്ന പ്രാർത്ഥനാ ക്രമങ്ങൾക്കകത്ത് നിലനിന്നൊരു പ്രാർത്ഥന അപ്രസക്തമായി പോകുന്നു. അതല്ലെങ്കിൽ വേണ്ട വിധം ആലോചനയോ ബോധ്യമോ ഇല്ലാതെ നാം നിർവഹിക്കുന്നു. അവിടെ രണ്ടിടത്തും ഫലം ദൈവത്തിൽ നിന്നുള്ള ഈ സാന്നിധ്യാനുഭവത്തിൻ്റെ നഷ്ടമാണ്. യഥാർത്ഥത്തിൽ എന്തിനാണ് പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ ദൈവിക ബന്ധം ഉണ്ടാകാനാണ് പ്രാർത്ഥന. ഐശ്വര്യം എന്നത് ഈശ്വര ബന്ധമാണ്. ഈ ഈശ്വര ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ്? അത് എന്തെങ്കിലും ഭൗതിക സാഹചര്യങ്ങളിൽ നേട്ടമില്ലാതായി പോകുന്നത് കൊണ്ടല്ല, ഏത് ജീവിത സാഹചര്യത്തിനകത്തും വെളിപ്പെടേണ്ട ക്രിസ്തുവിൻ്റെ മുഖം കാണാൻ കഴിയും വിധം നമ്മുടെ ആത്മാവിൻ്റെ നയനങ്ങൾ തുറക്കപ്പെടാത്തതാണ്. പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം അതാണ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഭാവന, നമ്മുടെ പ്രതീക്ഷകൾ അതെല്ലാം ദൈവത്തിലേക്ക് വരികയും ദൈവിക ബന്ധത്തിനകത്താണ്. നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അപകടകരമായൊരു തെറ്റാണെന്ന് പറയല്ല. പ്രാർത്ഥനയിൽ യാചന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ആശ്രയിക്കാൻ വേറെ ആളില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്താവായിട്ട് പരമകേന്ദ്രമായിട്ട് ക്രിസ്തുവിനെ കാണുമ്പോൾ അവനോട് എൻ്റെ സങ്കടങ്ങൾ പറയുക, എൻ്റെ വിഷമങ്ങൾ പറയുക, എൻ്റെ ഇല്ലായ്മകൾ പറയുക എന്നുള്ളതൊക്കെ അവനെ സംബന്ധിച്ച് ഹൃദയപരമായ ബന്ധം നിലനിർത്താൻ ആവശ്യമായതും ഉപകരിക്കുന്നതായ കാര്യങ്ങളാണ്. അവയൊന്നും നിഷേധിക്കാനല്ല പറയുന്നത്. പക്ഷേ അതാണ് ലക്ഷ്യമെന്ന് വന്നാൽ ജീവിതത്തിൻ്റെ പരമാശ്രയമായ ദൈവം എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടത്തിത്തരുന്ന ഒരാളായിട്ട് മാത്രം, അസാധ്യ കാര്യങ്ങൾ നിറവേറ്റിത്തരുന്ന ഒരാളായിട്ട് മാത്രം ഞാൻ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ദൈവവും ഞാനുമായുള്ള ബന്ധത്തിൽ ഒരു അകലം സംഭവിക്കുന്നുണ്ട്. നാം അറിയാതെ സംഭവിക്കുന്ന ആ അകലം ദൈവാനുഭവത്തിൽ നിന്ന് നമ്മെ പുറന്തള്ളും. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ലക്ഷ്യത്തെ സംബന്ധിച്ചൊരു ബോധ്യം ആദ്യം ഉണ്ടാകണം. പ്രാർത്ഥന ഒരു ദൈവിക ബന്ധമാണ്. ദൈവവുമായുള്ള ബന്ധത്തിനായി തീരാനും മറ്റുള്ളവരുമായ ബന്ധത്തിൽ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവപ്പെടുത്താനും കഴിയുമ്പോഴാണ് യു ബിക്കം എ പ്രെയർ, നീ ഒരു പ്രാർത്ഥനയായിട്ട് മാറുക. അബ്രഹാത്തെ സംബന്ധിച്ചൊക്കെ നമ്മളത് പറയും. അബ്രഹാം അധികം പ്രാർത്ഥിച്ചിരുന്നയാളല്ല, വാചികമായി പ്രാർത്ഥിച്ചിരുന്നയാളല്ല. അബ്രഹാം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നയാളായിട്ടാണ്. ദൈവം പറയുന്ന പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് തന്നെ ഒരു പ്രാർത്ഥനയാണെന്നും ജീവിതം ആകെ പ്രാർത്ഥനയാണെന്നും ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ചെയ്യുന്ന പ്രവൃത്തികൾക്കകത്തൊക്കെ പ്രാർത്ഥനയുടെ ഈ പ്രസരണം നമുക്ക് കാണാൻ പറ്റും. ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കകത്തും അത് ദൈവിക ബോധ്യത്തിലാണെങ്കിൽ. അങ്ങനെ ആയിത്തീരാനാണ് ഏറ്റവും ലളിതമായ ഒരു പ്രാർത്ഥന സഭ നമുക്ക് നൽകുന്നത്, ത്രികാല ജപം. 3 ഘട്ടങ്ങളിലാണ് ഈ പ്രാർത്ഥന: പ്രഭാതത്തിൽ, മധ്യാഹ്നത്തിൽ, പ്രദോഷത്തിൽ. 3 സമയത്ത്. ആ 3 സമയത്ത് നാം ദൈവത്തിലേക്ക് ഉന്മുഖമാകുന്നൊരു ഹൃദയത്തോടെ ജീവിക്കുകയും ദൈവിക രഹസ്യങ്ങളെ ധ്യാനിക്കുകയും ചെയ്യുന്നവരായിട്ട് മാറണം. സാധാരണ സന്യാസ സമൂഹങ്ങളൊക്കെ 7 യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. 7 യാമങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള കാരണം ജീവിതത്തെ മുഴുവൻ കേന്ദ്രീകരിക്കുന്നത് ക്രിസ്തുവിലാണെന്നതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവോന്മുഖമായിരിക്കണം. ചെയ്യുന്ന പ്രവൃത്തികളിൽ അതുണ്ടാകണം. നമ്മുടെ ചിന്തയെയും ഭാവനയെയും നിയന്ത്രിക്കുന്നത് ദൈവസ്നേഹമാകണം, ക്രിസ്തുബോധമാകണം. അവിടെയാണ് പ്രാർത്ഥന ജീവിതഗന്ധിയായിട്ട് മാറുക, ജീവിതത്തിൽ അനുഭവമായിട്ട് മാറുക. പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന ഏതെങ്കിലും കുളിരോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അനുഭൂതിയോ ആണ് പ്രാർത്ഥനയുടെ പരമമായ കേന്ദ്രമെന്ന് അല്ലെങ്കിൽ എത്തിച്ചേരേണ്ട ഇടമെന്ന് നാം തെറ്റിദ്ധരിച്ചുകൂടാ. പ്രാർത്ഥന അപ്രകാരം ചെയ്യുന്നൊരു കാര്യമല്ല. അനുഭൂതിദായകമായ ഒന്നിനെയാണ് പ്രാർത്ഥനയായിട്ട് ധരിക്കുന്നതെങ്കിൽ നമുക്ക് തെറ്റുപറ്റും. പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലൊരു പ്രത്യേകമായ ദർശനമോ വെളിപാടോ ഉണ്ടാകണം എന്ന ധാരണയും വാസ്തവത്തിൽ ഒരു അബദ്ധമാണ്. കാരണം പ്രാർത്ഥന നമ്മിൽ നിന്ന് അകന്ന എന്തെങ്കിലും നേടിയെടുക്കുന്ന കാര്യമല്ല. നമ്മിലുള്ള ദൈവത്തെ, നമ്മുടെ ജീവിത പരിസരങ്ങളിൽ അനുഭവപ്പെടുന്ന ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയാനും അനുഭവിക്കാനും വേണ്ടിയുള്ള ഇടമാണ്. അങ്ങനെ പ്രാർത്ഥനയെ തിരിച്ചറിയുമ്പോൾ ജീവിതത്തിൽ മെച്ചപ്പെട്ട ഒരു ആത്മീയ ബോധം നമ്മിലുണരും. ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ഈ ആത്മീയമായ ലക്ഷ്യമുണ്ടാകും. നമ്മുടെ പ്രവൃത്തികൾക്കൊക്കെ 2 ലക്ഷ്യങ്ങളുണ്ട്: ഒരു ഭൗതിക ലക്ഷ്യവും ഒരു ആത്മീയ ലക്ഷ്യവും. ഒരു നശ്വരമായ ലക്ഷ്യവും ഒരു അനശ്വരമായ ലക്ഷ്യവും. നശ്വരമായ ലക്ഷ്യമാണ് നമ്മളിപ്പോൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഉപജീവനം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ നമ്മുടെ ജീവസന്ധാരണത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. അത് ഉപജീവനമാണ്, പ്രധാന ജീവനമല്ല. ഉപജീവനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഒരു പ്രധാന ജീവനം ഉള്ളതുകൊണ്ടാണ്. പ്രധാന ജീവനം ഈ ദൈവികമായ അനുഭവമാണ്. ആ അനുഭവത്തെ നാം അനുഭൂതിയായി തെറ്റിദ്ധരിക്കരുത്. നാം നമ്മുടെ ജീവിതത്തെ ദൈവത്തിലേക്ക് എടുത്തു വയ്ക്കുകയും ദൈവാനുഭവത്തിൽ
നമ്മുടെ ജീവിത പ്രവൃത്തികളെ നിറവേറ്റുകയും ചെയ്യുമ്പോൾ പ്രവൃത്തികളുടെ അർത്ഥം മാറും. നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നു, അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു. ആ കഷ്ടപ്പെടുന്നതൊക്കെ ഭാരമായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ കാരണം എന്താ? അതെന്തിനു വേണ്ടി എന്ന ബോധ്യമില്ലാതായി പോകുമ്പോഴാണ്. നമ്മൾ കഷ്ടപ്പെടുന്നതൊക്കെ ഒരു സ്നേഹത്തെ പ്രതിയാണ് എന്ന് വന്നാൽ, ക്രിസ്തുവിനെ പ്രതിയാണ് എന്ന് വന്നാൽ, ഒരു നിയോഗമാണ് നമ്മുടെ ജീവിതമെന്ന ബോധ്യം നമുക്കുണ്ടായാൽ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ നമുക്ക് ഊർജമുണ്ടാകും, ഊഷ്മളമായ ബന്ധമായിട്ടത് മാറും, ഒരു ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്നതായിട്ട് മാറും. അതുകൊണ്ടാണ് പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും പ്രദോഷത്തിലും നിങ്ങൾ ക്രിസ്തു രഹസ്യങ്ങളെ ധ്യാനിക്കണമെന്ന് പറയുന്നത്. നമ്മൾ ത്രികാല ജപത്തെ ഒരു വലിയ ധ്യാനമായിട്ടൊന്നും കണ്ടിട്ടില്ല. ത്രികാല ജപത്തെ നമ്മൾ കാണുന്നത് ഒരു നിസ്സാര പ്രാർത്ഥനയായിട്ടാണ്. കുരിശുവരയെക്കുറിച്ച് നേരത്തെ ഒരു സംഭാഷണത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുരിശുവര എന്താ? കുരിശുവര വരയ്ക്കുന്നൊരു കാര്യമാണെന്ന് കരുതിപ്പോയേക്കാണ്. അങ്ങനെ കരുതിപ്പോയപ്പോൾ എന്തിനാണത് ചെയ്യുന്നതെന്ന് അർത്ഥമറിയാതെ പോയപ്പോൾ ആ ചെയ്യുന്നതൊരു അനുഭവമല്ലാണ്ടായിട്ട് മാറി. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ആ കഴിക്കുന്ന ഭക്ഷണം എന്തിന് കഴിക്കുന്നുവെന്ന് ബോധ്യം നമുക്ക് പലപ്പോഴും ഇല്ല. നമ്മൾ നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഒന്നായി ഭക്ഷണത്തെ തിരിച്ചറിയുന്നില്ല. നമ്മുടെ ജീവിത ചുറ്റുപാടിൽ ലഭ്യമായ പ്രകൃതി അതത് കാലങ്ങളിൽ നൽകുന്ന ഭക്ഷണത്തെ സ്വീകരിക്കുകയും ജീവൻ നിലനിർത്തുകയും ചെയ്യുകയാണ് ഭക്ഷണത്തിലൂടെ എന്ന ബോധം നമുക്കില്ല. അതുകൊണ്ട് ശരീരത്തിന് അപകടകരമായ ഭക്ഷണം നമ്മൾ കഴിക്കുന്നു. രുചിയാണ് പ്രധാനം, രുചിയെ പ്രമാണിച്ചാണ് ജീവിക്കുന്നത്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ വിശപ്പൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കരുതുകയാണ്. വിശപ്പാണ് അതിൻ്റെ കാര്യമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് വിശപ്പില്ലാതാക്കാനുള്ള ശ്രമമാണ് എപ്പോഴും ഭക്ഷണം. വാസ്തവത്തിൽ ജീവൻ നിലനിർത്താൻ എത്ര ഭക്ഷണം വേണം? ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിൽ അതെങ്ങനെ പ്രവർത്തിക്കും? എൻ്റെ ശരീരത്തിന് യോജിച്ചതാണോ ഈ ഭക്ഷണം എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകണം. പലതും കഴിക്കുന്നത് എനിക്ക് എത്രത്തോളം ഉപയുക്തമാകും, എൻ്റെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അത് എത്ര സഹായകമാകും എന്ന ബോധ്യത്തോടെയല്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണം മൂലം രോഗികളായിത്തീരും. അതേപോലെയാണ് പ്രാർത്ഥനയിലും. പ്രാർത്ഥന ഒരു ദൈവിക ബന്ധമാണ്. ഇതെന്തിനാണ് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നതിലൂടെ എന്താണ് നേടുന്നത് എന്നറിയാതെ ആയാൽ നാം കഴിക്കുന്നത് ഭക്ഷണം നമുക്ക് രോഗകാരണമായിട്ട് മാറുന്നത് പോലെ നാം ചെയ്യുന്ന ഈ പ്രവൃത്തി നിഷ്ഫലമായി തീരും. നിഷ്ഫലമായി തീരുമെന്ന് മാത്രമല്ല, യഥാർത്ഥ ദൈവിക ബന്ധത്തിൽ നിന്ന് നമ്മളെ അകറ്റും. അങ്ങനെ അകറ്റുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ? അങ്ങനെ അകറ്റുമ്പോൾ നമ്മുടെ ജീവിതം ലോകോന്മുഖമായി തീരും. പ്രഭാതത്തിൽ ത്രികാല ജപം നമ്മൾ അർപ്പിക്കുകയാണ്. അങ്ങനെ ത്രികാല ജപം അർപ്പിച്ച് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രഭാതത്തെ ആ ഒരു നിമിഷത്തെ മാത്രം കേന്ദ്രീകരിച്ചല്ല പ്രാർത്ഥന, ആ പ്രാർത്ഥന നമ്മെ ഒരു ദൈവബോധത്തിലേക്ക് കൊണ്ടുവരികയാണ്. മനുഷ്യാവതാര രഹസ്യത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള പ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെടുകയാണ്. ചെറിയ പ്രാർത്ഥന, വളരെ ചെറുത്, പക്ഷേ അത് ഉൾക്കൊള്ളുന്ന രഹസ്യം എത്ര വലുതാണെന്ന് നമ്മൾ ചിന്തിക്കുന്നേയില്ല. നാം എന്താണ് ചെയ്യുന്നതെന്നറിയാതെയാണ് ത്രികാല ജപം നമ്മൾ ചെയ്യുന്നത്. ചെയ്യുന്നവർ ചെയ്യുന്നതും വളരെയധികം പേർ അവഗണിച്ചു പോയതും അതെന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു എന്ന വാർത്ത അതൊരു ദൈവിക വെളിപ്പെടുത്തലാണ്. എവിടെയാണത്? ലൂക്കാ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 26 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്ന സുവിശേഷ ഭാഗത്തിൻ്റെ സംഗ്രഹമാണ് ആ ജപത്തിനകത്തുള്ളത്. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. മനുഷ്യാവതാരത്തെ നമ്മൾ ഓർക്കാണ്. ജീവിതത്തിന് പരമകേന്ദ്രം എന്താണ്? മനുഷ്യനായി അവതരിച്ച ഒരു ദൈവം എൻ്റെയും നിൻ്റെയും കൂടെ ജീവിക്കുന്നു, ശരീരധാരിയായി നമ്മിൽ വസിക്കുകയും അവൻ മറ്റുള്ളവരിൽ ജീവിക്കുകയും ചെയ്യുന്നു എന്ന ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരസ്പര ബന്ധത്തെ, അവനവൻ്റെ പ്രവൃത്തികളെ മുഴുവൻ അത് ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കുന്ന ഒന്നായിട്ട് മാറുക. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു എന്ന ഒരു വാക്യം മതി യഥാർത്ഥത്തിൽ ഒരു ദിവസം ധ്യാനിക്കാൻ. അത്ര ബൃഹത്തായ ഒരു രഹസ്യം അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. നമ്മൾ വളരെ ഒഴുക്കനായി അത് ഉപയോഗിക്കുന്നവർ കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു എന്ന കാര്യം അങ്ങ് ചൊല്ലിവിടുന്നു. അതുകൊണ്ട് ആ രഹസ്യം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും അങ്ങനെ ദൈവം പരിശുദ്ധ മറിയത്തോട് പറഞ്ഞ വാക്യത്തെക്കുറിച്ചും നമ്മൾ ആലോചിക്കുന്നില്ല. ദൈവം ഓരോ നിമിഷവും നമ്മോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ ദൈവവാക്കാണ്. പരിശുദ്ധ മറിയത്തോട് പറഞ്ഞ വാക്ക് നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കുകയും ആ വചനത്തെ ഹൃദയത്തിൽ നാം പേറുകയും ചെയ്യുമ്പോൾ ദൈവം ഭൂമിയിൽ അവതരിച്ച രഹസ്യത്തെ, ദൈവം മനുഷ്യനോട് ഇടപെട്ട ഒരു രീതിയെ നാം ഓർക്കുകയാണ്. അങ്ങനെ ഓർക്കുമ്പോഴാണ്
ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞ ഈ വാക്കിന് മറിയം കൊടുത്ത ഉത്തരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മനുഷ്യനായി ഭൂമിയിൽ ക്രിസ്തു ജനിച്ചതിനെക്കുറിച്ചൊക്കെ നമുക്ക് ധ്യാനിക്കാൻ പറ്റുക. നമ്മളങ്ങനെ ധ്യാനിക്കാത്തത് കൊണ്ട് നമ്മുടെ കൂടെയുള്ള കർത്താവിനെ നാം തിരിച്ചറിയുന്നില്ല. യഥാർത്ഥത്തിൽ ദൈവാന്വേഷണം എന്ന് പറയുന്നത് ഹൃദയത്തിലേക്ക് നടത്തുന്നൊരു യാത്രയാണ്. ഇനിയൊരു ദൈവത്തെ കണ്ടെത്താനില്ല, കണ്ടുപിടിക്കാനില്ല. ഒരു ദൈവം എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പില്ല. ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്നു, മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിക്കുന്നു. ഒരാളോട് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയുകയാണ്, നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ദൈവദൂതൻ പരിശുദ്ധ മറിയത്തോട് പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. അവിടെ മറിയത്തോട് പറയുന്നത്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്നാണ്. പഴയ നിയമത്തിലെ യെശയ്യാ പ്രവചനത്തിൽ 7:14 പറയുന്ന, യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറയുന്ന ആ പ്രവചനം ദൈവദൂതൻ മറിയത്തോട് പറയുന്നു. മറിയത്തോട് ദൈവദൂതൻ പറയുന്നത് യേശു സംഭവത്തിനകത്താണ്. ആ യേശു സംഭവമാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത്. അങ്ങനെ യേശു സംഭവം നമ്മൾ ധ്യാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ, ആനുകാലിക ജീവിതത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകണം. മറിയത്തിൽ യേശു ജനിക്കുമെന്ന വാർത്ത ദൈവദൂതൻ അറിയിക്കുമെങ്കിൽ, ഇപ്പോൾ ആ വാക്യം നമ്മിൽ ഉണർത്തുന്ന കാര്യം എന്താണ്? മനുഷ്യകുലത്തിൽ ക്രിസ്തു വന്നു പിറക്കാൻ ഇടയായി എന്ന പരമാർത്ഥമാണ്. മനുഷ്യനായി ദൈവം അവതരിക്കാൻ, തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്താൻ തിരുമനസ്സായി എന്നൊരു കാര്യം ഈ വാക്യത്തിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. പരിശുദ്ധാത്മാവിൽ സംഭവിച്ച ഈ പ്രവൃത്തിയെ സംബന്ധിച്ച ബോധം നമ്മുടെ അകത്തുണ്ടാകുമ്പോഴാണ് നമ്മിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന കാര്യത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ സ്വീകരിച്ച് നമ്മുടെ ഉള്ളിൽ ദൈവം പരിശുദ്ധാത്മാവിൽ വസിക്കുന്നുവെന്നും ആ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളും എന്ന ബോധ്യം ഉണ്ടാകുക. മനുഷ്യ അവതാര രഹസ്യം ക്രിസ്തുവിൽ നിറവേറുകയും ആ ക്രിസ്തു രഹസ്യം നമ്മിലൂടെ ലോകാവസാനം വരെ പ്രയാണം തുടരുകയും ചെയ്യും. നമ്മിലാണത് പ്രവർത്തനക്ഷമമാകുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം വഴിയാണ് ക്രിസ്തു ആനുകാലിക സമൂഹത്തിൽ ജീവിക്കേണ്ടത്. നമ്മുടെ ജീവിതം വഴിയാണ് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കേണ്ടത്. മറിയത്തോട് പറഞ്ഞ വാക്ക് ദൈവത്തെ അവതരിപ്പിക്കാനുള്ള ഒരു അനുവാദം ചോദിക്കലാണെങ്കിൽ, എന്നോടും നിങ്ങളോടും ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാനുള്ള ഒരു അനുവാദം ചോദിക്കൽ ഓരോ നിമിഷവും നടക്കുന്നുണ്ട്. ആ അനുസ്മരണം ഈ ഒരു വാക്യത്തിനകത്തുണ്ട് എന്ന കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല, ഗൗരവമായിട്ട് നമ്മളതിനെ എടുക്കുന്നില്ല. നമ്മളത് കുട്ടികളുടെ പ്രാർത്ഥനയായിട്ടോ സന്ധ്യയാകുമ്പോൾ കുട്ടികളോടൊക്കെയാണ് പറയുക, പോയി കുരിശു വരയ്ക്കുക എന്ന് പറയും. ത്രികാല ജപം ചെല്ലാൻ പറയുന്നതാണ്, കുരിശു വരയ്ക്കെന്നാണ് പറയുക. ദേവാലയത്തിൽ ഈ 3 സമയത്തും സാധാരണഗതിയിൽ മണിയടിക്കും, 3 ഒറ്റ മണികൾ. ഇപ്പോൾ മണിയടിയൊക്കെ കുറഞ്ഞു വരികയാണ്, കാരണം മണിയടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രഭാതത്തിൽ മണിയടിക്കും. അതെങ്ങനെയാണ് അടിക്കുക? 1 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 3 തവണ. ഉച്ചയ്ക്ക് 12 മണി 12:30 ആകുമ്പോൾ പല സ്ഥലങ്ങളിൽ പലതുപോലെയാണ്. ചിലയിടത്ത് 12 മണിക്കാണ്, ചിലയിടത്ത് 12:30-ക്കാണ്. കൃത്യം ഈ മണിയടിക്കും 3 പ്രാവശ്യം. വൈകിട്ട് 7 മണിക്ക് നിശ്ചയമായും ഈ മണിയടിക്കും. ആ മണിയടിക്കുന്നത് ഈ ഒരു കാര്യം ലോകം മുഴുവനും ഓർക്കേണ്ട ഒരു കാര്യമാണ്. പള്ളിയിലെ മണിയെക്കുറിച്ച് എന്താ നമ്മുടെ അഭിപ്രായം? അത് കുർബാനയ്ക്ക് മുമ്പ് അടിക്കുന്നൊരു ആഘോഷമാണോ? അല്ല. ശരിക്കു പറഞ്ഞാൽ സഭയുടെ നാവായിട്ടാണ് പള്ളിയിലെ മണി പ്രവർത്തിക്കുന്നത്. ആ നാവ് എങ്ങനെയാണ്? അത് ലോകത്തോട് മുഴുവൻ പ്രഘോഷിക്കുകയാണ്. ആ സമയത്ത് 3 പ്രാവശ്യം അത് അടിക്കുമ്പോൾ എവിടെയാണ് നാം ആയിരിക്കുന്നതെങ്കിലും നിശ്ചയമായും നമ്മളത് ഓർക്കണമെന്നാണ്. എൻ്റെയൊക്കെ ബാല്യകാലത്തിൽ, ഞാൻ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് ഒരു 12 വയസ്സിന് ശേഷമാണ്. പക്ഷെ എൻ്റെ ബാല്യകാലത്ത് ഞാൻ കേട്ടു പഠിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ മണിയടിക്കുമ്പോൾ, ഈ 3 തവണ മണിയടിക്കുമ്പോൾ എവിടെയാണ് യാത്രയിലാണെങ്കിലും അവിടെ നിൽക്കണം. പിന്നെ നടക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് നടക്കാൻ പാടില്ലാത്തതെന്ന് ചോദിച്ചാൽ, നമുക്ക് മാലാഖ ഉണ്ടല്ലോ, കാവൽ മാലാഖ. കാവൽ മാലാഖയെ നമ്മുടെ കൂടെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതൊന്നും ഓർക്കാറില്ല. ഇതൊക്കെ കുട്ടികളോട് പറയാവുന്ന കാര്യങ്ങളല്ലേ എന്നാണ് നമ്മുടെ ചിന്ത. നിരന്തരം നമ്മെ സഹായിക്കാനായിട്ട് നമ്മുടെ കാവൽ മാലാഖ നമ്മുടെ കൂടെയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. നിങ്ങളുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധനും മാലാഖയും നിരന്തരം നിങ്ങളെ അനുധാവനം ചെയ്യുന്നുണ്ട്.
ക്രിസ്തു നിങ്ങളുടെ അകമേ വസിക്കുന്നുണ്ട്. ഇങ്ങനൊരു ദൈവരാജ്യത്തിൻ്റെ അനുഭവമാണ് നമ്മുടെ ജീവിതമെന്ന് നമ്മൾ ഒരിക്കലും കരുതുന്നില്ല. ഈ ദുരിതവും കഷ്ടപ്പാടും വേദനയുടെ ഇടയ്ക്ക് ഈ കൂടെയുള്ള ആളുകളെയൊക്കെ നമ്മൾ ഓർക്കണല്ലോ. നമ്മൾ അങ്ങനെയാണല്ലോ. നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ നമ്മൾ മറന്നു പോകുമല്ലോ. ജോലി ഭാരം വരുമ്പോൾ കൂടെയുള്ള ആളുകളെ നമ്മളെപ്പോഴും മറന്നു പോകും. ഈ ബന്ധത്തിനകത്താണ് നമ്മുടെ ജീവിതം എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മയില്ല. പാരസ്പര്യത്തിലാണ് മാനുഷിക ജീവിതം പൂർണ്ണത പ്രാപിക്കുകയെന്നും കൂടെ ഉള്ളവരെയൊക്കെ ഓർക്കണമെന്നും നമ്മൾ ഓർക്കാറില്ല. അങ്ങനെ മാലാഖ നമ്മുടെ കൂടെയുണ്ട്, വിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ അമ്മ ചെറുപ്പകാലത്ത് പറഞ്ഞു തന്നിരുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഇങ്ങനെയാണ്: ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് നമ്മൾ നിന്നില്ലെങ്കിൽ മാലാഖ ഈ മണിയൊച്ച കേട്ടാൽ അപ്പം മുട്ടുകുത്തും. കാരണം മാലാഖ ഈ ദൈവിക രഹസ്യത്തെ തിരിച്ചറിയുന്നയാളാണ്, മനുഷ്യാവതാരത്തെ മാനിക്കുന്നയാളാണ്. അതുകൊണ്ട് ഈ ദൈവിക രഹസ്യത്തെ ധ്യാനിക്കാനായി പള്ളിയിൽ മണികൾ മുഴങ്ങുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള മാലാഖ മുട്ടുകുത്തും. എന്നാൽ മാലാഖയുടെ ദൗത്യം എന്താണ്? മാലാഖയ്ക്ക് നമ്മളെ വിട്ടുപിരിയാൻ പറ്റില്ല. അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നാൽ മാലാഖ മുട്ടിട്ട് നീന്തും. അങ്ങനെ മുട്ടിട്ട് നീന്തുമ്പോൾ മാലാഖയുടെ മുട്ട് പൊട്ടും. അതുകൊണ്ട് ഒരു കാരണവശാലും ത്രികാല ജപത്തിന് മണിയടിക്കുമ്പോൾ നടന്നുകൂടാ, നിൽക്കുന്നിടത്ത് നിൽക്കണം എന്നാണ് എൻ്റെ ബാല്യകാലത്തിൽ എന്നെ ഓർമ്മപ്പെടുത്തിയത്. അങ്ങനെ എവിടെയാണെങ്കിലും പ്രാർത്ഥിക്കണമെന്നാണ്. പക്ഷേ നമ്മളത് ഓർക്കാറില്ല. നമ്മൾ തിരക്കിട്ട ജീവിതത്തിൽ, ആധുനിക ജീവിതക്രമത്തിനകത്ത് സമയബോധം എന്ന് പറയുന്നത് നമ്മുടെ അധ്വാനത്തെ കേന്ദ്രീകരിച്ചും നമ്മുടെ വിശ്രമത്തെ കേന്ദ്രീകരിച്ചൊക്കെ ആയിട്ട് മാറിപ്പോകുമ്പോൾ, നമ്മുടെ ജീവിതം ഇങ്ങനെ വിഭജിക്കപ്പെടുമ്പോൾ ഇതിനകത്ത് ദൈവിക രഹസ്യങ്ങൾക്കുള്ള സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായ ബോധമില്ലാത്തവരും ബോധ്യമില്ലാത്തവരുമായി മാറിപ്പോയി. അപ്പോൾ അങ്ങനെ നിന്നിട്ട് വേണം കുരിശ് വരയ്ക്കാൻ. കുരിശ് വരയ്ക്കാന്ന് വെച്ചാൽ ഈ ത്രികാലജപം ചെല്ലുന്നതിനാണ് ഈ പേര് കുരിശ് വര, അല്ലാണ്ട് കുരിശ് വരയ്ക്കുന്നതിനല്ല. എന്നിട്ട് അവിടെ നിന്ന് ഈ ത്രികാലജപം നമ്മൾ ധ്യാനിക്കണം. ആദ്യത്തെ ഭാഗം നമ്മൾ കേട്ടതാണ്: കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു, മനുഷ്യനായി ദൈവം ഭൂമിയിൽ അവതരിച്ചു എന്നത് ഓർക്കേണ്ട ഒരു കാര്യമാണ്, അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. നിങ്ങൾ നിരന്തരം നിങ്ങളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ ബോധപൂർവം സ്വീകരിക്കുന്നതിൻ്റെ ലക്ഷണമാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മൾ പറയണത് നമ്മൾ മോശമെന്നല്ലേ? വേണ്ട പൊക്കമില്ല, വേണ്ട വണ്ണമില്ല, വണ്ണം ഉണ്ടായ വണ്ണം കൂടിപ്പോയി. നമുക്ക് എന്തോരം പരിമിതികളും പരാതികളാണ് നമ്മളെക്കുറിച്ചുള്ളത്. ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുവെന്നും അവനാണ് ജീവിക്കുന്നതെന്നും അവൻ മനുഷ്യനായത് എൻ്റെ ശരീരത്തിനകത്ത് പ്രവർത്തിക്കാനാണെന്നും അങ്ങനെ എൻ്റെ മാനുഷികതയിലേക്ക് ക്രിസ്തു എഴുന്നള്ളി വന്നിട്ടുണ്ട് എന്നും ഹൃദയബോധ്യം ഉണ്ടായാൽ നമ്മളെക്കുറിച്ച് നമ്മൾ അഭിമാനിക്കാൻ തുടങ്ങില്ലേ? ശരീരത്തെ മോശമായിട്ട് നമ്മൾ കാണുമോ? ശരീരത്തെ ഇപ്പോൾ നമ്മൾ കാണുന്ന മോശമായിട്ടല്ലേ? പാപകരമായ. അതിനിടക്കാലം വെച്ച് സഭയിൽ വിശുദ്ധാത്മാക്കൾ വരെ ചിന്തിച്ചിട്ടുണ്ട് ശരീരം മോശകരമാണ്. ശരീരം എന്നത് പവിത്രമാക്കുന്നൊരു ബന്ധമായിട്ടാണ് ക്രിസ്തു ഭൂമിയിൽ വരിക. മനുഷ്യ ശരീരത്തിലേക്ക് അവൻ വന്നു വന്നത് ശരീരത്തെ മഹത്വപ്പെടുത്താനാ. കുറവുള്ളൊരിടമല്ല ശരീരം. ശരീരത്തിലാണ് അനുഭവം, ശരീരത്തിലാണ് ജീവിതം. ശരീരം കൊണ്ടാണ് പകരാൻ കഴിയുക. മുറിച്ചു വിളമ്പാൻ കഴിയുന്നത് ശരീരമാണ്. അത്ര മഹത്തായ ഒന്ന് ശരീരം എന്ന നിലയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ക്രിസ്തുവിൽ മാത്രമാണ്. ലോക മതസങ്കല്പങ്ങളൊക്കെ ദേവതകളെ മാറ്റി നിർത്തുമ്പോൾ ക്രിസ്തു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയും യാഥാർത്ഥ്യമായിട്ട് മാറുകയും ചെയ്യുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിക്കണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്നവൻ ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ ആ പ്രവർത്തനങ്ങളുടെയൊക്കെ ഏറ്റവും പ്രകാശനപരമായ ഘട്ടം ചെയ്യുന്നത് ശരീരമാണ്. എൻ്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളമെങ്കിലും മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ തന്നെ അനുഭവിക്കും. അതങ്ങനെ കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഞാനിങ്ങനെ ക്രിസ്തുവിലാണ്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, എൻ്റെ ശരീരം ക്രിസ്തുവിൻ്റേതാണ് എന്നൊരു ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ പറ്റണം. ചിലരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്: കർത്താവിന് പ്രവർത്തിക്കാൻ കരങ്ങളില്ല, എൻ്റെ കരങ്ങളാണുള്ളത്. അങ്ങനെയൊന്നുമല്ല. ദൈവം മനുഷ്യനായി അവതരിച്ച് മനുഷ്യത്വത്തെ ദൈവത്തിലേക്ക് ഉയർത്തുകയാണ്. അങ്ങനെ ഒരു രഹസ്യത്തിൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ ഈ അർപ്പിക്കുന്നത്. ചെറിയ വാക്യമാണ്, ഒരു വചനമാണ്, അത്രേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് ഉൾക്കൊള്ളുന്ന നിഗൂഢമായ രഹസ്യത്തെ നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ബോധ്യം ഉണ്ടാവണം. അപ്പോൾ ആദ്യത്തെ പ്രാർത്ഥന നമ്മൾ പറഞ്ഞു: കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു എന്ന രഹസ്യത്തെ നമ്മൾ ഓർക്കുകയാണ്. അത് നമ്മളെ തന്നെക്കുറിച്ചുള്ള അഭിമാനബോധമുള്ളവരാക്കാൻ വേണ്ടിയാണ്, അവരിൽ ക്രിസ്തുവിനെ കാണാൻ വേണ്ടിയാണ്. മനുഷ്യൻ എന്നത് കേവലമായ ഒരു ജഡപ്രകൃതി അല്ലെന്നും, അങ്ങനെയാണല്ലോ നമ്മൾ ജന്തു വിഭാഗത്തിൽപ്പെട്ട ഒരാളായിട്ടൊക്കെ ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ഒരു ജീവി മാത്രമാണ്. അങ്ങനെ കേവല ജീവി അല്ല മനുഷ്യൻ. ആത്മാവും ജീവനും ചേർന്ന ഏകകം എന്നാണ് സഭ പഠിപ്പിക്കുക.
ആത്മാവും ജീവനും ചേർന്ന, ഇഴപിരിക്കാനാവാത്ത വിധം ചേർന്ന. മനസ്സെവിടെ നിന്ന് കണ്ടുപിടിക്കാൻ സാധ്യമല്ല, ആത്മാവ് എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. നമ്മൾ പൊതുവെ പറയും ഞാൻ, അത് നമ്മളെ തന്നെ ചൂണ്ടിയിട്ടാണ് പറയും ഞാൻ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്. അപ്പോൾ മനസ്സല്ല ഞാൻ, ശരീരമല്ല ഞാൻ, എൻ്റെ ആത്മാവ് അതുമല്ലേ ഞാൻ. പിന്നെ ഞാൻ ആര്? ആ ഞാൻ എന്ന് പറയുന്ന ബോധത്തെ ക്രിസ്തുവിൽ എങ്ങനെ നമുക്ക് സമന്വയിപ്പിക്കാം എന്ന അനുഭവതലമാണ് പ്രാർത്ഥന കൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്നിൽ വസിക്കുന്ന ദൈവത്തെ ഞാൻ തന്നെയായി തിരിച്ചറിയാൻ എനിക്ക് കഴിയാറാവുവോളം ഞാൻ നിരന്തരമായി ഏർപ്പെടേണ്ട പ്രത്യാശാപൂർണമായൊരു പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ മാലാഖ എന്ന ആ ജപം. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ പറയും, ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക്. പരിശുദ്ധ മറിയം ദൈവത്തോട് പറഞ്ഞ വാക്കാണ്. ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് മറിയം ദൈവത്തോട് പ്രത്യുത്തരിച്ച കാര്യമാണ് രണ്ടാമത് നമ്മൾ പറയുന്നത്. അങ്ങനെ നമ്മൾ പറയുമ്പോൾ ലൂക്ക 1:38 ആ വചനം നമ്മൾ ഏറ്റുപറയുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തോട് എങ്ങനെ പ്രത്യുത്തരിക്കണം നമ്മുടെ ജീവിതത്തിൽ എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി അതിൻ്റെ പിന്നിലുണ്ട്. മറിയം സർവ്വലോകത്തിനും വേണ്ടി, സകല ജനതയ്ക്കും വേണ്ടി ദൈവകരങ്ങളിൽ നിന്ന് പുത്രനെ സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ തൻ്റെ അകത്ത് പ്രവേശിക്കുന്ന ദൈവപുത്രനെ സ്വീകരിക്കാൻ തൻ്റെ ഹൃദയവും ഉദരവും തുറന്നു കൊടുക്കാൻ മറിയം മനസ്സ് കാണിക്കുന്നതാണ് നമ്മളവിടെ കാണുക. സമർപ്പണ ബോധമാണ്. മറിയത്തിൻ്റെ സമർപ്പണമാണ് ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന ഇടമായിട്ട് മാറുന്നത്. മറിയം വാക്ക് കൊടുക്കുന്നു. എങ്ങനെ വാക്ക് കൊടുക്കുന്നു? മറിയം ഉത്ഭവഭാവത്തിൽ നിന്ന് വിമോചിതയാകയാൽ അവൾക്ക് കഴിയും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ. സ്വതന്ത്ര മനസ്സോടെ ദൈവത്തെ തിരഞ്ഞെടുക്കാനുള്ള പ്രാപ്തിയാണത്. മറിയത്തിനതുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ദൈവത്തോട് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, ദൈവവചനം എന്നിൽ നിറവേറട്ടെ. നമുക്കൊക്കെ അത് പറ്റൂലല്ലോ, നമ്മൾ മറിയത്തെ പോലെ അല്ലല്ലോ, ഉത്ഭവഭാവമൊക്കെ ഉള്ളവരല്ലേ. നമ്മൾ വിചാരിക്കുന്ന അപ്പനും അമ്മയും കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുഞ്ഞായി ജനിച്ചത് കൊണ്ടാണ് നമുക്ക് ഉത്ഭവഭാവം ഉള്ളതെന്ന്. മനുഷ്യനായി ജനിച്ചാൽ ഉത്ഭവഭാവമുണ്ട്. ഓരോ മനുഷ്യാത്മാവിനും ഉത്ഭവഭാവമുണ്ട്. ആ ഉത്ഭവഭാവം നീക്കം ചെയ്യപ്പെട്ടോ? യേശുക്രിസ്തുവിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം ഓരോരുത്തരും ഉത്ഭവഭാവത്തിൽ നിന്ന്, കർമ്മഭാവത്തിൽ നിന്ന് വിമോചിതരായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇരിപ്പിടമായി മാറിയിട്ടുണ്ട്. ഉത്ഭവഭാവത്തിൽ നിന്നും കർമ്മഭാവത്തിൽ നിന്നും വിമോചിതരായി ദൈവത്തിൻ്റെ ആത്മാവിന് ഇരിപ്പിടമായി മാറിയിരിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തന കേന്ദ്രമായി മാറിയിരിക്കുന്ന നമ്മുടെ ശരീരത്തിനകത്ത് ദൈവം വസിക്കുന്നു. മനുഷ്യാവതാരം പൂണ്ട ദൈവം നമ്മുടെ അകത്തുണ്ടെന്നും നമ്മുടെ ജീവിതം ഈ അവതാര രഹസ്യത്തിൻ്റെ പ്രകാശന മാർഗമാണെന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മളെപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്ഭവഭാവം പോയിട്ടില്ലെന്നാണ്. മാമോദീസയ്ക്ക് ശേഷം ഉത്ഭവഭാവം ഇല്ല, പിന്നെ ഉള്ളത് കർമ്മഭാവം മാത്രമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ വരുന്ന പിഴവ് മാത്രമാണ്. പാപച്ചാഴ്ചകൾ നിലനിൽക്കുന്നത് കൊണ്ട് നമ്മൾ പാപം ചെയ്തു പോകാം. പക്ഷേ ഉത്ഭവഭാവം നീക്കം ചെയ്യപ്പെട്ടതുകൊണ്ട് നമുക്ക് സ്വതന്ത്രമായ വില്ലുണ്ട്. ദൈവത്തെ തിരഞ്ഞെടുക്കാൻ, ദൈവേഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ മനുഷ്യ ശരീരത്തിൻ്റെ സമഗ്രത, അതായത് എൻ്റെ ശരീരത്തെ എങ്ങനെ ദൈവോന്മുഖമാക്കി ഈ ഭൂമിയിൽ പ്രവർത്തിപ്പിക്കാം എന്നതിനുള്ള കഴിവ് നമുക്കുണ്ട്. അങ്ങനെ ദൈവം തന്നിട്ടുള്ള ദാനങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാത്തതിനാലും ഉത്ഭവഭാവം നീക്കം ചെയ്യപ്പെട്ട ആളാണെന്ന് ഹൃദയത്തിൽ തിരിച്ചറിയാത്തത് കൊണ്ടും മാമോദീസയെക്കുറിച്ച് പ്രത്യേകമായ ഒരു അനുഭവം നമുക്കില്ലാത്തത് കൊണ്ടും നമ്മൾ കരുതണ എന്താ, നമ്മളൊക്കെ കുഴപ്പക്കാരല്ലേ, നമ്മളെ കൊണ്ടറ്റേ പറ്റുമെന്നാണ്. പക്ഷെ എനിക്കും നിങ്ങൾക്കും സാധിക്കും നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറയാൻ. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ് മറിയത്തിന് സാധിക്കുന്നത്. ഉത്ഭവഭാവം നീക്കം ചെയ്യപ്പെട്ട എനിക്കും നിങ്ങൾക്കും കടമയുണ്ട്, ദൈവമേ നിൻ്റെ വാക്ക് എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറയാൻ. പക്ഷേ ഏറ്റവും കൂടുതൽ ദൈവത്തോട് അത് വേണ്ട എന്ന് പറയുന്നവർ നമ്മളാണ്. ജീവിതത്തിലുണ്ടാകുന്ന ഏത് ജീവിത സന്ദർഭങ്ങളെയും തള്ളി നീക്കാൻ വേണ്ടി ദൈവമേ എൻ്റെ ഇഷ്ടം നിറവേറിയാൽ മതി, നിൻ്റെ വാക്ക് നിറവേറണ്ടെന്ന് പറയാൻ വേണ്ടി നിരന്തരമായി കലഹിക്കുന്നവരാണ് നമ്മൾ. ദൈവത്തോട് മറുതലിക്കുന്നവരാണ് നമ്മൾ. ആ മറുതലിപ്പിൻ്റെ സ്വഭാവമാണ് പലപ്പോഴും യാചനയായിട്ടൊക്കെ പൊങ്ങി വരിക. ഒരു വേദന ഉണ്ടാകുമ്പോൾ സഹിക്കാൻ നമ്മൾ തയ്യാറല്ല, ഒരു കഷ്ടത ഉണ്ടാകുമ്പോൾ സഹിക്കാൻ നമ്മൾ തയ്യാറല്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് അന്വേഷിക്കാൻ നമ്മൾ തയ്യാറല്ല. അനർത്ഥമായിട്ടാണ് കാണുന്നത്, അർത്ഥരഹിതമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയിലൂടെയും ക്ലേശത്തിലൂടെയും സഹനങ്ങളിലൂടെയൊക്കെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ദൈവം നമ്മോട് സംസാരിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വാക്കാകുന്ന ക്രിസ്തുവിനെ ലോകത്ത് പ്രകാശിപ്പിക്കാനാണ്.
ഒരു രോഗാവസ്ഥയിൽ, ഒരു വേദനയിൽ, ഒരു ക്ലേശത്തിൽ ക്രിസ്തുവിനോടൊപ്പമാണ് എന്ന ബോധ്യത്തോടെ ജീവിതത്തെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അത് ലോകത്തിന് പ്രകാശം നൽകുന്ന ഒന്നായിട്ട് മാറും. അർത്ഥരഹിതമല്ല ജീവിതം, ഓരോ നിമിഷവും അർത്ഥപൂർണം. ദൈവം സംസാരിക്കുകയാണ്, ഒരു വേദനയിലൂടെ സംസാരിക്കുകയാണ്. വേദനയിലൂടെ ദൈവം സംസാരിക്കുന്നത് എന്താ? ശരീരത്തിൻ്റെ നശ്വരതയെക്കുറിച്ച്, ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ച്. നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിതികളെ മറികടന്ന് അനശ്വരമായൊരിടത്തേക്ക് കടന്നു പോകാൻ കഴിയുന്നവരാണ് നമ്മളെന്ന നിലയ്ക്ക് നിൻ്റെ ശരീരം മഹത്വപ്പെടേണ്ട ഒന്നാണെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. അങ്ങനെയല്ലേ ജീവിതത്തിൽ ഒരു രോഗം ഉണ്ടാകുമ്പോൾ നശിച്ചു പോകുമെന്നാണോ വിചാരിക്കേണ്ടത്? അതോടുകൂടി ദൈവത്തോട് അടുക്കുമെന്നാണോ വിചാരിക്കേണ്ടത്? ശരീരം ബലഹീനമാകുന്നു, മനസ്സ് ബലഹീനമാകുന്നു. അപമാനമേൽക്കുമ്പോൾ, കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ മനസ്സ് ബലഹീനമാകുന്നു. മനസ്സ് ബലഹീനമാകുകയും ശരീരം ബലഹീനമാകുകയും ചെയ്യുമ്പോൾ ആത്മാവ് ഉദ്ധിതമാകും. ക്രിസ്തു കുരിശിൽ മഹത്വീകൃതനാകുന്നത് പോലെ ജീവിതക്ലേശങ്ങളുടെ മധ്യത്ത് മഹത്വീകൃതരാകാൻ നാം വിളിക്കപ്പെടുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ ഓർക്കണം. ആ ഒരു മനോഭാവം ഹൃദയത്തിലുണ്ടാകുമ്പോഴാണ് അമ്മ പറഞ്ഞതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ നമുക്ക് പറ്റുക. അമ്മ പറഞ്ഞത് ഒരു സുഖകരമായ സാഹചര്യത്തിലല്ല. യഹൂദരായ സ്ത്രീകൾ അടിമകളെപ്പോലെ ജീവിച്ചിരുന്ന, ശാപജന്മങ്ങളായി കരുതിയിരുന്നൊരു കാലഘട്ടത്തിൽ ഈ ലോകത്ത് ഒരു സ്ത്രീ ഒരു വ്യഭിചാര ബന്ധത്തിലാണ് എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ നിയമമുണ്ടായിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിക്കകത്ത് നിന്നുകൊണ്ടാണ് മറിയം പറയുന്നത്, നിൻ്റെ വാക്കിനിൽ നിറവേറട്ടെ. ദൈവത്തെ പ്രതി ജീവിതത്തെ അങ്ങനെ സമർപ്പിക്കാൻ എനിക്ക് നിങ്ങൾക്കും ബാധ്യതയുണ്ട് എന്ന കാര്യം ഈ പറഞ്ഞ ഒരൊറ്റ വാക്യം, ഒരു വചനം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവേണ്ടതാണ്. എന്നിട്ടാണ് നന്മ നിറഞ്ഞ മറിയം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ വചനം മാംസമായി എന്ന് പറയും. ശരിക്കും പറഞ്ഞത് ചെല്ലുമ്പോൾ വെടിപൊട്ടുന്ന പോലെ ഉറക്കെ ചെല്ലുന്നതിലല്ല കേട്ടോ കാര്യം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചുവെന്ന് യോഹന്നാൻ 1:14 നമ്മൾ ഏറ്റുപറയുമ്പോൾ ശിരസ്സു കുമ്പിടണം. ദൈവം മനുഷ്യനായതിനെയാണ് നമ്മൾ ഓർക്കുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവം, താഴ്മയിലേക്ക് വന്ന ദൈവം. ഫിലിപ്പിയർ ലേഖനം 2:6 മുതൽ 11 വരെ തിരുവചനങ്ങൾ നമ്മോട് പറയുന്ന ക്രിസ്തു രഹസ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട ആ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ടാണ് ശിരസ്സു കുമ്പിടണം. അങ്ങനെ കുമ്പിട്ട് നിന്നുകൊണ്ട് അത് പ്രാർത്ഥിക്കണ്ടേ. ഇനി അങ്ങനെ മനുഷ്യനായി അവതരിച്ച ദൈവം എന്നെ ദൈവമാക്കി മാറ്റുന്നുണ്ട് എന്ന് രഹസ്യം ഓർക്കണം. യോഹന്നാൻ 10:35 ദൈവത്തിൻ്റെ വചനം ആരുടെ അടുക്കിലേക്ക് വന്നുവോ അവരെ അവൻ ദൈവങ്ങളെന്ന് വിളിച്ചു. അങ്ങനെ നിങ്ങൾ ദൈവങ്ങളാണ്. നമ്മുടെ ശരീരത്തിനകത്ത് വസിക്കുന്ന ദൈവമാണ്, നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്, നമ്മിൽ ജീവിക്കുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ നാം ആരാണ്? അങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സാഹോദര്യത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. മനുഷ്യാവതാരം മൂലം മണ്ണായി എന്നെ വിണ്ണാക്കി മാറ്റുന്നു എന്ന പരമാർത്ഥത്തെ ഞാൻ ഓർക്കണം. പ്രത്യാശാ നിർഭരമായൊരു ജീവിതം ഉണ്ടാകാൻ ഈ രഹസ്യം നമ്മൾ ധ്യാനിക്കുന്നു. എന്നിട്ടാണ് ത്രിത്വസ്തുതി നമ്മൾ പറയുന്നത്. നന്മ നിറഞ്ഞ മറിയം ചൊല്ലി ത്രിത്വസ്തുതി പറയും. ത്രിത്വസ്തുതി എങ്ങനെ പറയാം? ത്രിത്വസ്തുതി എന്ന് പറഞ്ഞാൽ ഉടനെ ആളുകൾ പിതാവിൻ്റെയും പുത്രനും വയ്ക്കും. എന്താ വെക്കണേന്ന് വെച്ചാൽ ഒരു അറിവുമില്ല. ശിരസ്സ് കുമ്പിട്ട് എന്ന് പറയേണ്ട പ്രാർത്ഥനയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവം ചെയ്ത ഈ മനുഷ്യാവതാരത്തെ ഓർത്ത് ഒരു മനുഷ്യജന്മമായ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ എന്നിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നതാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മൾ സ്തുതി പറയുമ്പോൾ നമ്മൾ കുമ്പിടാണോ വേണ്ടത്? അതിന് പകരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ചെറിയ കുരിശുവരെയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന പ്രാർത്ഥനയാണ്. അവിടെയാണ് കുരിശു വരയ്ക്കേണ്ടത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ശിരസ്സ് കുമ്പിട്ട് പറയണം, ഇങ്ങനെ ചെയ്ത മനുഷ്യകുലത്തെ രക്ഷിച്ച മാനവ ജനതയെ മുഴുവൻ ദൈവമാക്കി മാറ്റിയ ദൈവത്തിൻ്റെ സ്നേഹപ്രവൃത്തിയെ ഓർത്ത് നന്ദി പറയണം. അപ്പോൾ ഒരു നന്ദിയുള്ള ജന്മമായിട്ട് നമ്മുടെ ജീവിതം മാറും. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ആദ്യം മുതൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എന്നേക്കും ഈ സ്തുതി ഉണ്ടായിരിക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ മനുഷ്യകുലത്തിൻ്റെ ഭാഗമായി നിന്ന് നാം ഒരാൾ, എല്ലാവരും ഒന്നല്ല പറയാം, നാം ഒരാൾ ദൈവത്തിന് നന്ദി പറയണം. മനുഷ്യനായി ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചതിനെക്കുറിച്ച് നന്ദി പറയാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരല്ലേ തയ്യാറാവൂ? ലോകത്തുള്ള 800 കോടി മനുഷ്യർ പറയുമോ? പക്ഷേ ഈ ഭൂമിയുടെ ഉപ്പായി മാറിയിട്ടുള്ള നമ്മൾ, ലോകത്തിൻ്റെ പ്രകാശമായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. ഇങ്ങനെ നന്ദി പറയുമ്പോൾ യഥാർത്ഥത്തിൽ നന്ദിയുള്ളവരായിട്ട് നമ്മൾ മാറും. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നന്ദി പറയുന്നവരായിട്ട് മാറും.
നമ്മുടെ ജീവിതം കൃതജ്ഞതാ നിർഭരമാകും. അപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തിയെക്കുറിച്ചും നമുക്ക് നന്ദിയില്ല. നമ്മൾ നന്ദി കെട്ടവരാ. വെയിൽ വന്നാൽ നമ്മളെന്ത് പറയും? എന്തൊരു മുടിഞ്ഞ വെയിലാന്ന് പറയും. അപ്പോൾ തന്നെ ഒരു മഴ പെയ്താൽ നമ്മളെന്ത് പറയും? ഒടുക്കത്തെ മഴയെന്നും പറയും. എങ്ങനെയുണ്ട് ജീവിതം എന്ന് വെച്ചാൽ നമ്മൾ പറയും അങ്ങനെ ഇങ്ങനെ ജീവിച്ചു പോകണമെന്ന് പറയും. നന്ദിയില്ല. ഇങ്ങനെ നന്ദി പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കാനായി ദൈവം നമ്മെ വിളിക്കുകയാണ്. അങ്ങനെയാണ് നാം പ്രാർത്ഥനയിലേക്ക് പുരോഗമിക്കുന്നതെങ്കിൽ നമ്മൾ ദൈവിക ബന്ധത്തിലാവും. ഇത് 3 നേരം നമുക്ക് ചെയ്യാം. സഭ രാവിലെ പറയുന്നു, മധ്യാഹ്നത്തിൽ പറയുന്നു, പ്രദോഷത്തിൽ പറയുന്നു. ഈ 3 സമയങ്ങളിൽ ചെല്ലണം. ഇത് പാതിരാത്രിക്ക് ചെല്ലേണ്ട പ്രാർത്ഥനയല്ല. ചിലർ ജപമാലയോട് കൂടെ രാത്രി കൊന്തയ്ക്ക് 9:30 മണിക്ക് എല്ലാവരും കൂടി വന്നു കഴിഞ്ഞിട്ട് ഈ കർത്താവിൻ്റെ മാലാഖ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ സമയത്ത് ലോകം മുഴുവനും ആളുകൾ, എല്ലാ കത്തോലിക്കരും ഈ പ്രാർത്ഥന ചെല്ലണം. അങ്ങനെ ലോകം മുഴുവനും ഇത് ചെല്ലുന്നുണ്ട്, ഈ ജപം ധ്യാനിക്കുന്നുണ്ട്. അങ്ങനെ ധ്യാനിക്കുന്നുണ്ടെങ്കിലോ സഭയാകുന്ന ഒരു സാർവത്രിക ബന്ധവും കൂടി നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കണേ. കോടാനുകോടി മനുഷ്യർ നമ്മോടൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്നിച്ച്. അപ്പോൾ ഒരു ബന്ധത്തിനകത്തായി സഭ എന്ന ഐക്യത്തിനകത്ത് മനുഷ്യാവതാരത്തെ ധ്യാനിച്ച് വ്യക്തിപരമായ ദൈവാനുഭവത്തിലേക്ക് വരാൻ ദൈവം നൽകുന്ന ഏറ്റവും ചെറിയ ഒരു പ്രാർത്ഥന, ഏറ്റവും മഹത്തരമായ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിലും അർത്ഥമറിഞ്ഞ് അനുഭവത്തോടെ നിങ്ങൾക്ക് അനുഷ്ഠിക്കാൻ കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അതുവഴി ദൈവിക രഹസ്യങ്ങളെ അനുഭവിക്കുന്ന മനുഷ്യരായി, ജീവിത പ്രതിസന്ധികളെ മറികടക്കാൻ കർത്താവിൽ ബലം പ്രാപിച്ചവരായി നാം ഓരോരുത്തരും മാറിത്തീരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.